അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മഖാമു ഇബ്രാഹിം എന്ന് പറയുന്ന പ്രദേശമാണ്, അല്ലെങ്കിൽ ആ കല്ലാണ് ഈ കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കല്ല് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് കാബാലയം നിർമ്മാണത്തിന് വേണ്ടി, രണ്ടാമത്തത് ഹജ്ജിന് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കാൻ അള്ളാഹു പറഞ്ഞപ്പോൾ ഫഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ കല്ലാണ്. ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആൻ അതിനെ ഒരു നിസ്കാരത്തിൻ്റെ കേന്ദ്രമാക്കി ഫത്തഹിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം മഖാമിനെ ഞാൻ നിങ്ങൾക്ക് നിസ്കരിക്കുന്നൊരു കേന്ദ്രമാക്കി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ പ്രദേശമാണ്. അതിൻ്റെ സ്തൂപമാണ് ഈ കാണുന്നത്. ഉംറ നിർവഹിക്കുന്ന ആളുകൾ ഇതിൻ്റെ പിറകിൽ നിന്നാണ് ഉംറയുടെ 2 റക്അത്ത് നിസ്കരിക്കേണ്ടത്. അൽഹംദുലില്ലാ, കാബാലയത്തിൻ്റെ പരിസരത്ത് വളരെ ചെറിയ തിരക്ക് ഈ സമയത്തുള്ളൂ. ഹജ്ജിൻ്റെ സീസൺ ആയതുകൊണ്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് തിരക്കില്ലാതെ ഉംറ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. മഖാം ഇബ്രാഹിമിൻ്റെ പിറകിലാണ് സഫയിലേക്കുള്ള വഴിയുള്ളത്.